ഇത് ചെയ്യാണ്ട് വന്നുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് 50 ബാട്ടായിരിക്കും ഇവിടെ കൊടുക്കുക. എവിടെ വേണമെങ്കിലും പോയിറങ്ങാം. ഭാഗ്യമുണ്ട് 140. 54 ബാറ്റൊരു കാര്യം കഴിഞ്ഞു. 380 കൊടുക്കേണ്ട ആവശ്യമില്ല. വാഗ്യു ബീഫാണ് 999 കൊടുക്കുന്നത്. രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഗ്യു ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പക്ഷേ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന വാഗ്യു ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, തായ്ലൻഡിൽ വന്നിട്ട് നമ്മൾ തൊടുത്ത് BTS സ്കൈ ട്രെയിൻ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ? ഹോസ്റ്റലിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്ന രക്ഷദേവി എന്നുള്ള ബിൽഡിംഗ്. അപ്പോൾ ഞാൻ ഈ രക്ഷദേവിയിൽ നിന്ന് പട്ടായയിലേക്ക് പോവാണ്. പട്ടായയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്കൈ ട്രെയിൻ കയറണം. സ്കൈ ട്രെയിൻ കയറി BTS എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇറങ്ങണം. ആ BTS ഒരു ബസ് കയറണം. ആ ബസ് കയറിയിട്ട് വേണം നമ്മൾ ചാറ്റുചാക്ക്, അതായത് ബാങ്കോക്ക് ബസ് ടെർമിനൽ എത്താനായിട്ട്. ആ ബസ് ടെർമിനലിൽ നിന്ന് 140 രൂപയല്ല 140 ബാറ്റ്. 140 ബാറ്റ് നമ്മൾ കൊടുത്തിട്ട് വേണം പട്ടായയിലേക്കുള്ള AC ബസ്സിൽ പോകാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു ട്രെയിൻ, പിന്നെ ഒരു ബസ്, പിന്നെ ഒരു വലിയ ബസ്. 2 മണിക്കൂർ യാത്ര. അതാണ് ഇന്ന് പട്ടായയിലേക്കുള്ളത്. എല്ലാം കൂടി ചേർത്ത് ഒരു 2-2.5 മണിക്കൂർ എടുക്കും. ടിക്കറ്റ് വെൻഡിങ് മെഷീനാണോ ഇവിടെ ഉള്ളത്? അല്ലാതെ നമ്മുടെ മെട്രോയൊക്കെ പോലെ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. യെസ്, ഇങ്ങനെ ഒരു കാർഡാണ് കിട്ടിയത്. ഓക്കെ, പ്ലാറ്റ്ഫോം നമ്പർ 2 അപ്സ്റ്റേഴ്സ്. അയ്യോ, നടന്നു കയറണം. കയറി വന്നപ്പോഴേക്കും ഒരെണ്ണം പോയി. നമ്മുടെ കൊച്ചി മെട്രോയൊക്കെ പോലെ തന്നെ, പക്ഷേ കൊച്ചി മെട്രോ പോലെ അല്ല, ഇതൊരു 1 നെറ്റ്വർക്കാണ്. മെട്രോ ഭാവിയിൽ എങ്ങനെയാവും നമ്മുടെ നാട്ടിലെ കൊച്ചിയിൽ. ഇങ്ങനെ ഒരു കാർഡാണ് എനിക്ക് തന്നത്. ടാപ്പ് ടു എൻ്റർ, ഇൻസേർട്ട് ടു എക്സിറ്റ്. അപ്പോൾ അതായിരിക്കും 43 തായ് ബാറ്റാണ് ഈ രക്ഷാദേവി എന്നുള്ള സ്ഥലത്ത് നിന്ന് മോച്ചിറ്റിലേക്കുള്ളത്. അപ്പോൾ ഈ മോച്ചിറ്റ് എന്ന് പറയുന്നത് വലിയൊരു സ്ഥലമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പിന്നെയും ബസ് കയറിയിട്ട് വേണം നമുക്ക് മോച്ചിറ്റ് മോട്ടോർവേ എന്നുള്ള സ്ഥലത്തേക്ക് പോകാൻ. അതായത് മോച്ചിറ്റ് ടു ബാങ്കോക്ക് ബസ് ടെർമിനൽ. അവിടെ നിന്നാണ് പട്ടായയിലേക്കുള്ള ബസ്സുള്ളത്. പിന്നെയുള്ളൊരു കാര്യം, ഇത് ആക്ച്വലി ഒരു മൂവി ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നത് തന്നെ എനിക്ക് 3 ബ്ലോക്ക് ബസ്റ്റേഴ്സ്, അതായത് സമ്മർ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിട്ടുള്ള 3 പടങ്ങൾ. ആ 3 പടങ്ങൾ ഞാൻ വെവ്വേറെ ഫോർമാറ്റിൽ കാണാൻ വേണ്ടി 2 ദിവസമാണ് ചിലവാക്കിയത്. അതിൽ ഞാൻ സൂപ്പർമാനെ ഞാൻ IMAX-ൽ കണ്ടു, സ്ക്രീൻ എക്സിൽ കണ്ടു. പിന്നെ F1 ഞാൻ IMAX-ൽ കണ്ടു. പിന്നെ ഞാൻ 4DX, പിന്നെ ജുറാസിക് വേൾഡ് ഉണ്ടായിരുന്നു. ജുറാസിക് വേൾഡ് ഞാൻ സ്ക്രീൻ എക്സിൽ കണ്ടു. പിന്നെ അതിൻ്റെ ഇവിടുത്തെ ലേസർ പ്ലെക്സ് എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ലേസർ പ്ലെക്സിൽ ഞാൻ വീണ്ടും കണ്ടു. അപ്പോൾ അങ്ങനെ 2 ദിവസം കൊണ്ട് 6 പടം കണ്ടു. അപ്പോൾ 6 പടം കണ്ടതുകൊണ്ട് വേറെ കാഴ്ചകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് പട്ടായയിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 43 രൂപയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ആയത്. ഞാൻ ഇതിൻ്റെ ഗ്രാബ് എന്ന് പറഞ്ഞ നമ്മുടെ ആപ്പ് ഉണ്ടല്ലോ, ഇവിടുത്തെ ഏറ്റവും ചീപ്പായിട്ടുള്ള ആപ്പ് ഗ്രാബാണ്. ഇപ്പോൾ ഗ്രാബിൽ നോക്കിയപ്പോൾ 386 ബാറ്റാണ് ഈ പറഞ്ഞ ബസ് സ്റ്റാൻഡിലേക്കുള്ളത്. ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 140. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ, അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ പോയിട്ട് വരുത്തി കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെട്രോ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് എവിടേക്ക് ബസ് സ്റ്റോപ്പിലേക്കാണ് പോകേണ്ടത്, അത് കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ മറ്റേ അത് തന്നെ ചാറ്റുചാക്ക് മാർക്കറ്റിലേക്ക് ഈ വഴിയാണ്ട പോകുന്നത്. അങ്ങോട്ട് പോയാൽ ആ കാട് പോയി. മെട്രോ സ്റ്റേഷൻ്റെ താഴെ തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ബസ് സ്റ്റോപ്പിൽ ഒരു 2-3 മിനിറ്റ് ഫുൾ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്, ഏതൊക്കെ ബസ് ഏത് വഴി പോകുന്നു എന്നുള്ളതൊക്കെ. മോച്ചിറ്റ് 2 എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും. മോച്ചിറ്റ് 2 എന്നുള്ള ലെറ്റർ മനസ്സിലാവുമല്ലോ. അങ്ങനെ ബസ് കിട്ടി.
AC ബസ്സാണ്. 12 ബാറ്റാണ് നമ്മുടെ ചിലവ് വരും. 12 ബാറ്റ്. കോൾ. അപ്പോൾ 42ഉം 12ഉം എത്രയായി? 54 ബാറ്റ് ഒരു കാര്യം കഴിഞ്ഞു. 380 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന ബോർഡ് വളരെ ഉപകാരപ്പെട്ടതാണ് ടൂറിസ്റ്റുകളെ പോലെ. നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പ് നമുക്ക് എവിടെയാണ് ഇറങ്ങാൻ പോകണമെന്നുള്ളതെല്ലാം ഇങ്ങനെ അറിയിക്കുന്ന തരത്തിലുള്ള ഈ ബോർഡ് ഉണ്ടല്ലോ, വളരെ ഹെൽപ്ഫുള്ളാണത്. അത് നമ്മളിനി വേറെ ആരോടെങ്കിലും ഈ സ്റ്റോപ്പാണോ എന്ന് ചോദിച്ച് അയാളിനി വല്ല കൺഫ്യൂഷൻ എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മളിറക്കിയ ബസ് പോയി നേരെ ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു. ബാങ്കോക്ക് ബസ് ടെർമിനൽ, ചാട്ടുചാക്ക്. സോ സിമ്പിൾ. എനിക്ക് തോന്നുന്നു ആൾക്കാർ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് അതിനെ നമ്പിക്കൊണ്ടിരിക്കുന്ന ടാക്സിക്കാരും വളരെ കഷ്ടത്തിലാവുമെന്ന് തോന്നുന്നു. അത്രയും കാശ് കൊടുക്കണം ഈ ബാങ്കോക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ്, നിങ്ങൾ ബാങ്കോക്ക് വന്നിട്ട് പട്ടായ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിലാണ് എത്തേണ്ടത്. ബാങ്കോക്ക് ബസ് ടെർമിനൽ, ചാട്ടുചാക്ക്. ഇവിടെ നിന്ന് പട്ടായയിലേക്കുള്ള ബസ് അകത്തുനിന്ന് കിട്ടും നമുക്ക്. 140 റുപ്പീസ് ആയിരുന്നു, 140 തായ് ബാറ്റ് ആയിരുന്നു കുറേ കാലം മുമ്പ് വരെ. ഇനിയിപ്പോൾ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നറിയാം. നമുക്കിത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ വള്ളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം ഇവിടെ 12:30 അപ്പോൾ 1 മണി 2 മണി 3 മണി ഈ ടൈമിലൊക്കെയാണ് ബസ്സുള്ളത്. അപ്പോൾ 1 മണിയുടെ ബസ് ഫുള്ളാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന 2 മണിയുടെ ടിക്കറ്റ് ആയിരിക്കും. അപ്പോൾ ഈ 2 മണി എന്ന് പറഞ്ഞാൽ 12 തൊട്ട് 2 മണി വരെ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ കുറച്ച് വള്ളിയുണ്ട്. ഓ യെസ്, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഭാഗ്യമുണ്ട് 140. ഓ Farm number 42. Let's go inside. പ്ലാറ്റ്ഫോം നമ്പർ 42. ഭാഗ്യമുണ്ട്, നമുക്ക് 1 മണിക്കുള്ള ബസ്സുണ്ട്. ഞാൻ വിചാരിച്ചൂടെ പോസ്റ്റ് ആവുന്നതായിരുന്നു, പക്ഷേ 1 മണിക്കുള്ള ബസ്സുണ്ട്. 42. താങ്ക് യു. മുമ്പ് ആ കാണുന്ന നോ എൻട്രി എന്ന് എഴുതിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളൊരു ബൂത്തിലായിരുന്നു ഈ പറയുന്ന ടിക്കറ്റ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. അവിടെ വരിക. ഈ 7-Eleven ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചുകൊണ്ടിരുന്നത്. നേരെ കാണുന്നത് എല്ലാം മാറി. ഇപ്പോൾ ടിക്കറ്റ് മുഴുവൻ പുറത്ത് തന്നെയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 42. ഇതുപോലുള്ള ബസ്സുകളിലാണ് നമ്മൾ പട്ടായക്ക് പോകുന്നത്. നമ്മളുടെ പ്ലാറ്റ്ഫോം നമ്പർ എന്ന് പറയുന്നത് 42 ആണ്. യെസ്, എനിക്ക് തോന്നുന്നു ആ കിടക്കുന്നതാണ് 99056. 99056. ഇത് ആ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള രഥം. അപ്പം ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. വേറെ ഡീലക്സ് ക്ലാസ് അങ്ങനെ പല ടൈപ്പ് ബസ്സുകളുണ്ട്. നല്ല ഫാൻ. അങ്ങനെ ബസ്സിൽ കയറി. ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാങ്കോക്ക് പോയി, അതായത് സിനിമ കാണണം എന്നുള്ള ആവശ്യമൊക്കെ ഉണ്ടല്ലോ. അതിനുശേഷം പിന്നെ ഇവിടെ വന്നുകൊണ്ടാണ് ഇത്രയും ഒരുപാട് മെട്രോ ട്രെയിൻ കയറുകയും പിന്നെ അവിടെ നിന്ന് വരികയൊക്കെ ചെയ്യേണ്ടത്. ആക്ച്വലി നിങ്ങളിപ്പോൾ എയർപോർട്ടിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് A1 അല്ലെങ്കിൽ A2, കാര്യം ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. A1 അല്ലെങ്കിൽ A2 കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ പറയുന്ന ബസ് ടെർമിനലിൽ ഈ ബസ് ടെർമിനലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 140 രൂപ ബാത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പട്ടായയിലേക്ക് എത്തിച്ചേരാം. ഇപ്പോൾ A1 അല്ലെങ്കിൽ A2 ഫിക്സഡ് ആയിരിക്കും. അതൊന്നെങ്കിൽ 30 മാക്സിമം. ഇപ്പോഴും സ്റ്റിൽ 30 തന്നെയാണ്. 30 ബാറ്റ് പ്ലസ് 140 ബാറ്റ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് പട്ടായത്ത്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. ബാങ്കോക്ക് ബസ് ടെർമിനൽ, ചാട്ടുചാക്ക്. പട്ടായ എത്തി. അങ്ങനെ നമ്മൾ പട്ടായ എത്തി. ഈ കാണുന്നത് സുവർണഭൂമിയിലേക്കുള്ള
നിങ്ങൾ വന്നാൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ജേണി ഉണ്ടല്ലോ, അപ്പോൾ കൈയോടെ തന്നെ അങ്ങ് അഡ്വാൻസ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറ്റുമെന്നറിയോ, നമ്മൾ വരുമ്പോഴേക്കും നമ്മളോട് ഒരുപാട് നേരം ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വരും. അങ്ങനെ AC എയർപോർട്ടൊന്നും, സോറി AC ബസ് സ്റ്റാൻഡൊന്നുമല്ല. ഇങ്ങനെ ഒരു ടിക്കറ്റ് നമുക്ക് വരും, ഒരു അഡ്വാൻസ് ടിക്കറ്റ്. അത് ഇവിടെ വന്നിട്ട് നമുക്ക് ചെക്ക് ഇൻ ഇവിടെ കാണിച്ച് നമ്മൾ ടിക്കറ്റായിട്ട് മാറ്റും. ഇത് ചെയ്യാണ്ട് വന്നുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മൾ പല 12 മണിക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മണിയുടെ ടിക്കറ്റ് ആയിരിക്കും അവൈലബിൾ ആണെന്ന് പറയുക. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം ഇവിടെ കുറേ നേരം പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ട്. ഇനി പട്ടായയിൽ ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇതുപോലത്തെ ക്യാബ് സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ പോകേണ്ടത്, ക്യാബല്ല ഈ ഓപ്പണായിട്ടുള്ള 50 ബാട്ടായിരിക്കും ഇവിടെ കൊടുക്കുക. എവിടെ വേണമെങ്കിലും പോയിറങ്ങാം. അപ്പോൾ 50 ബാറ്റ് പറഞ്ഞുറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്ന് കയറാം. ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ വന്നവരെ ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുവരെ നമ്മൾ പോസ്റ്റാണ്. വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഇപ്പോഴും വണ്ടികളൊക്കെ ഇതിലേക്ക് കടന്നു പോകും. നമ്മുടെ സ്റ്റേ ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, നമ്മൾ കറക്റ്റ് ഈ സ്ട്രീറ്റിനകത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെയുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഗസ്റ്റ് ഹൗസ്. അപ്പോൾ 821 ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, കേട്ടിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ലേസിയാണ്. പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല. രണ്ട് TV ഉണ്ട്, അതാണ് ഒരു അഡ്വാൻറ്റേജ്. ഇതാണ് വാഷ്റൂം. അല്ല, വൃത്തിയുള്ള വാഷ്റൂം. പട്ടായയിൽ മേജർ സിനിപ്ലെക്സിൻ്റെ ഒരു തിയേറ്റർ ഉണ്ട്. യെസ്, 3rd ഫ്ലോർ. നമുക്ക് 3rd ഫ്ലോറിൽ പോയി നോക്കാം. ഒരു തായ് ഹൊറർ ഫിലിം വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു തായ് പടം കാണാമല്ലോ. എന്തായാലും നമ്മുടെ നാട്ടിൽ തായ് പടങ്ങളൊന്നും റിലീസില്ല. ഹൊറർ ഫിലിമാണ്. അഡൾട്ട്സ് അല്ല, R-rated അല്ല, PG-16 എന്നൊക്കെ പറയില്ലേ, PG-15. ഇവിടെയുള്ള മിക്ക പടങ്ങളും ഹൊറർ ഫിലിമാണെന്ന് തോന്നുന്നു. ഇതേതോ അടുത്ത ബിഗ് ടിക്കറ്റ് ഫിലിമാണെന്ന് തോന്നുന്നു. ഈ മേജറിൻ്റെ മൾട്ടിപ്ലക്സുകളെല്ലാം മിനിമം ഒരു 8 സ്ക്രീനെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇതുണ്ട്, പട്ടായ പോലുള്ളൊരു ചെറിയ ടൗണിൽ 8 സ്ക്രീനുണ്ട് ഇവിടെ. ഈ പട്ടായയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് എക്സ്ചേഞ്ചാണ്. എക്സ്ചേഞ്ച് എൻ്റെ മുമ്പിൽ കാണുന്ന ഈ TT കറൻസി എക്സ്ചേഞ്ചാണ് ഏറ്റവും നല്ല റേറ്റ്. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോ, ഏറ്റവും നല്ല റേറ്റ് TT കറൻസി എക്സ്ചേഞ്ച് ആയിരിക്കും നൽകുന്നത്. അപ്പോൾ ഒറിജിനൽ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. ബാക്കിയുള്ള ചെറിയ സ്ഥലങ്ങളിൽ പാസ്പോർട്ടൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. പക്ഷേ ഇവർ നേരെ ഡീലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഈ കാണുന്ന ഈ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഈ വണ്ടി, ഈ പട്ടായ എന്ന് പറയുന്നത് ഒരു റൗണ്ട് പോലെയാണ്. അപ്പോൾ ഈ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടിയിൽ നിങ്ങൾ കയറുക. നിങ്ങൾക്ക് എവിടെയാണോ ഇറങ്ങേണ്ടതിന് ഇവിടെ കണ്ടു, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടാവും. അവിടെ കണ്ടോ സ്വിച്ച്, ആ സ്വിച്ചിൽ അമർത്തുക. 10 ബാത്ത് കൊടുത്താൽ മതി. 10 ബാത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൗണ്ടിൻ്റെ, അത് ബീച്ചിന് ചുറ്റുമായിട്ടുള്ള റൗണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ടെർമിനൽ 21 എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മോളുണ്ട്. നല്ല രസമുള്ളൊരു ഷോപ്പിംഗ് മോളാണ്. ആ മോളുടെ അവിടെ നമുക്ക് ഈ പാരീസിൻ്റെയും പിന്നെ ലണ്ടൻ്റെയും അങ്ങനെ ഓരോരോ രാജ്യങ്ങളിലെ പോലുള്ള ഒരു ലാൻഡ്മാർക്ക് ടൈപ്പ് ഓഫ് ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു രസമുള്ള ഒരു ഷോപ്പിംഗ് മോളാണ്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിതൊരു റൗണ്ട് ആയതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് അമർത്തുക, 10 ബാത്ത് കൊടുക്കുക, അവിടെ ഇറങ്ങുക. തിരിച്ചു പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ റൂം. അപ്പോൾ അങ്ങനെ അതും കവറായി കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കോയിൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
ആ കോയിൻസ് ഇതുപോലത്തെ വണ്ടികളിൽ കൊടുക്കാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. കാരണം ചിലപ്പോൾ 20 കൊടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾ കേട്ടോ, ഭൂരിഭാഗം ആളുകൾ നല്ലവരാണ്, പക്ഷേ ഒരു 1-2% ആൾക്കാരുണ്ട്. അപ്പോൾ അവർ 20 കൊടുത്താൽ 10 അതാണ്, ബാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ ചെറിയ കോയിൻസൊക്കെ ഉണ്ടല്ലോ, 10 തികച്ചായിട്ട് അവർക്ക് കൊടുക്കാൻ നോക്കുക. 10 ഉള്ളൂ, അതിൽ ആരും കൊടുക്കാറില്ല. ഇതാണ് ടെർമിനൽ 21 എന്ന് പറയുന്ന ഷോപ്പിംഗ് മാള്. നമുക്ക് ആ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ആ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് ഇതിൻ്റെ മുമ്പിൽ തന്നെ വന്നിറങ്ങാം. ഒരു രസമുള്ള മാളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തായ്ലൻഡിൽ ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഈ ടൈഗർ പാർക്ക്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, സഫാരി വേൾഡ്, മറൈൻ വേൾഡ്, ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി പോയതുകൊണ്ട് വീണ്ടും വീണ്ടും അവിടേക്ക് പോകാനുള്ള അതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. നിർബന്ധമായും പോകണം, പക്ഷേ ഒരു പ്രാവശ്യമൊക്കെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർബന്ധമായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള ഷോപ്പിംഗ് മാളിലൊക്കെ വന്ന് സമയം കളയുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പാരീസ് എന്നുള്ള പേരാണ് അറിയപ്പെടുന്നത്. കാരണം അവിടെ വലിയൊരു ഐഫൽ ടവർ ഉണ്ട്. നമുക്കത് നോക്കിയിട്ട് വരാം. കണ്ടോ എന്ത് രസമായിട്ടാണ് അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇത് ഗ്രൗണ്ട് ഫ്ലോർ പാരീസാണ്. അതുപോലെ ഇനി നമ്മൾ ഓരോരോ ഫ്ലോറിലേക്ക് കയറുമ്പോഴും സ്ഥലങ്ങളുടെ സിറ്റിയുടെ പേര് മാറും. നമുക്കിപ്പോൾ പാരീസിൽ നിന്ന് പോവാം. പാരീസിൽ നിന്ന് പോയിട്ട് ഇനി എങ്ങോട്ടാ മുകളിലേക്ക് എസ്കലേറ്റർ നോക്കാം. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ പാരീസ്, അറൈവൽ അറ്റ് ലണ്ടൻ. മുകളിലൊക്കെ ഉണ്ടോ? പാരീസിൽ നിന്ന് എത്രയും പെട്ടെന്ന് ലണ്ടനിലെത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഞാൻ പറഞ്ഞ TT എക്സ്ചേഞ്ച് ഇവിടെ ഉണ്ടല്ലോ. ചെറിയ ഒരു 7.7 ബാത്തിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമാണ് ഈ ഷോപ്പിംഗ് മാളിലുള്ളൂ. ഓഫ്കോഴ്സ് ഷോപ്പിംഗ് മാളാകുമ്പോൾ നമ്മളിത് ഇതുപോലുള്ളതൊക്കെ പ്രതീക്ഷിക്കണമല്ലോ. അപ്പോൾ ലണ്ടനിലെത്തിയപ്പോൾ ലണ്ടൻ ആർക്കേഡ് ആണ് ഈ കാണുന്നത്. കൊള്ളാമല്ലേ, ഒരു കൺസെപ്റ്റ് കൊള്ളാം ഇങ്ങനെ. അപ്പോൾ ലണ്ടൻ ആർക്കേഡിൽ നിന്ന് നമ്മൾ എസ്കലേറ്റർ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ എത്തുന്നത് ഇറ്റലിയിലേക്കാണ്. ഇറ്റലി എന്ന് പറയുമ്പോൾ പിസ്സ ഗോപുരം ആയിരിക്കും, അതുണ്ടാവും അവിടെ. ഇറ്റലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിസ്സ ടവർ കാണുമല്ലോ, ഇങ്ങനെ പിസ്സയിലെ ഗോപുരമാണല്ലോ. കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി കളിക്കാം. അങ്ങനെ ഇറ്റലിയിൽ നിന്ന് കയറിയാൽ നമ്മളെത്താൻ പോകുന്നത് ടോക്കിയോയിലാണ്. ടോക്കിയോ, അറൈവൽ അറ്റ് ടോക്കിയോ. SFX സിനിമ, ഇവിടെയും ഒരു തിയേറ്റർ ഉണ്ട്. ടോക്കിയോ എത്തിക്കഴിഞ്ഞാൽ വൈബ് മൊത്തത്തിൽ അങ്ങ് മാറുകയാണ് കേട്ടോ. പിന്നെ സൂഷി, അങ്ങനെ ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സ് കാണാം. ഇത് തായ് ക്യൂസിനാണ്, പക്ഷെ മൊത്തത്തിൽ ആ വൈബ് അങ്ങ് മാറി. സുമോഗുസ്റ്റിക്കാരൊക്കെ കണ്ടു. ജിഞ്ചർ ഫാം കിച്ചൺ. ലാൻഡേൺസ് ഒക്കെ വെച്ചിട്ട് വേറെ ലെവൽ ഇൻറ്റീരിയേഴ്സൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അടിപൊളി അല്ലേ. അങ്ങനെ ടോക്കിയോയിൽ നിന്ന് നമ്മൾ കയറാൻ പോകുന്നത് നേരെ സാൻ ഫ്രാൻസിസ്കോ. ഐഫൽ ടവറിൻ്റെ ഏറ്റവും ടോപ്പാണ് സാൻ ഫ്രാൻസിസ്കോ. ഈ ടെർമിനൽ 21 നിർബന്ധമായിട്ട് ഞാൻ വരണം എന്ന് പറയാൻ കാരണം ഈ കാണുന്ന സാൻ ഫ്രാൻസിസ്കോ ഇറ്റലി അതൊന്നുമല്ല, അത് ജസ്റ്റ് ഒരു റീസണാണ്. നിങ്ങൾക്ക് ലോകത്ത് എവിടെയൊക്കെ ഉണ്ടാവുന്ന ക്യൂസിൻ, ആ ക്യൂസിൻ എല്ലാം ഇവിടെയുണ്ട്. അറേബ്യൻ ആവട്ടെ, ഇറ്റാലിയൻ ആവട്ടെ, സുഷി ആവട്ടെ, ചൈനീസ് ആവട്ടെ, ലോകത്തുള്ള എന്ത് ക്യൂസിനുണ്ടോ ആ ക്യൂസിനെല്ലാം ഈ പറയുന്ന ടെർമിനൽ 21 ഈ ഷോപ്പിംഗ് മാളിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് താല്പര്യമുള്ളവർക്ക് പറ്റിയ ഏറ്റവും ഒരു സ്വർഗം എന്നൊക്കെ പറയൂലേ, ആ സംഭവമാണ് ഈ ടെർമിനൽ 21.
പിന്നെ ഈ സെൻ എന്ന് പറയുന്ന ഈ കാണുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, ഈ സെൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഏറ്റവും കിഡു സാമൺ കിട്ടുന്ന സ്ഥലം ഈ സെന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സെന്നിൽ കയറുക, സെന്നിൽ കയറി ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുക. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോഴൊക്കെ ഇവിടെ വരുന്നുണ്ടോ അപ്പോഴെല്ലാം ഞാൻ സെന്നിൽ കയറും. സെന്നിലേക്ക് വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു ഈ കണ്ടത്. അപ്പോൾ ഈ കാഴ്ചകളോട് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ തായ് ഫുഡ് നല്ല രീതിയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിയർ 21 എന്നും പറഞ്ഞിട്ടൊരു കൗണ്ടറുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ഇവിടുത്തെ ഈ ഷോപ്പിംഗ് മാളിൽ ഏറ്റവും കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പിയർ 21. ഓക്കെ, ഇത് SFX സിനിമ ഇവിടെയുള്ള അടുത്തൊരു സിനിമ മൂവി തിയേറ്ററാണ്. ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷ് ഫിലിംസ് മാത്രമേ ഉള്ളൂ. ഈ കൊറിയനോ അല്ലെങ്കിൽ ജാപ്പനീസോ തായ് ഫിലിംസോ ഒന്നുമില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടെ കയറി പടം കാണുന്നില്ല. ഇതാണ് പിയർ 21. ഇതിൻ്റെ എൻട്രി. ഇവിടെ ഈ ക്യാഷ് കാർഡ്, അതായത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കാർഡ് കൊടുത്തിട്ടാണ് പേയ്മെൻറ്റ്. അപ്പോൾ ആ കാർഡ് വാങ്ങണം, അതിൻ്റെ റീചാർജ് ചെയ്യണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇവിടുത്തെ ക്രൗഡ് ജസ്റ്റ് ഒരു വീക്ക് ഡേ ആണ്. ആ വീക്ക് ഡേ ആയിട്ട് നിങ്ങളുടെ ആ ക്രൗഡ് കണ്ടോ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെയാണ്. ആ സുഷി നല്ല ഭംഗിയിൽ ഇടിക്കി വെച്ചിരിക്കുന്നുണ്ട്. സ്ട്രീറ്റ് ഫുഡും ഇതും ഇവിടുത്തെ തമ്മിലുള്ള റേറ്റും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല, ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നല്ല രീതിയിൽ തിരക്കുള്ളത്. തായ് ഫുഡിൻ്റെ പറുദീസയാണ്, പറുദീസ. പിസ്സ ഗോപുരത്തിൻ്റെ ടോപ്പ് ഇവിടെയാണ്. നേരെ നോക്കിക്കഴിഞ്ഞാൽ SFX സിനിമ. അവിടെ BTSൻ്റെ കുറച്ച് ഡോക്യുമെൻ്ററിയും പിന്നെ ഇംഗ്ലീഷ് ഫിലിംസ് എല്ലാം കണ്ടതാണ്. അതും 2-3 തവണ കണ്ടതാണ്. കാണുന്ന പിയർ 21 തിരക്കുണ്ടല്ലേ. കബാബ് ഗ്രിൽ ബിരിയാണിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അലീസ് സിഗ്നേച്ചർ. ഒരുപാട് ഫുഡുണ്ട്. ഫുഡിൻ്റെ മെയിൻ സ്ഥലമാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് KFC. എല്ലാ സ്ഥലത്തും KFC ഉണ്ടാവും. ഇവിടുത്തെ KFCയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രിങ്ക്സ് അൺലിമിറ്റഡ് ആണ്. നമുക്ക് ഗ്ലാസ് ആയിരിക്കും തരുന്നത്. ആ ഗ്ലാസ്സിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഡ്രിങ്ക്സ്, അത് അൺലിമിറ്റഡ് ആണ്. പിന്നെ ഇവിടുത്തെ മെനു നമ്മുടെ ഇവിടുത്തെ KFC പോലെ അല്ല, ചെറിയ സ്പൈസസ് കുറച്ച് കുറവാണ്. ഒരു സ്പൈസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, എന്നാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഇവിടെ ഉള്ളത്. പിന്നെ അതുകൂടാതെ റൈസില്ലേ, ഇവരുടെ തായ് റൈസൊക്കെ ഉണ്ടാവും ഇവരുടെ കൂടെ. ഇത് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അത് സാമൺ ആണെങ്കിലും ബീഫാണെങ്കിലും പോക്കാണെങ്കിലും, ബീഫിൽ തന്നെ എനിക്ക് തോന്നുന്നു വാഗ്യു വരെ അവൈലബിൾ ആണ്. ഇല്ല, ഈ പറയുന്ന ബുഫേയിൽ വാഗ്യു അവൈലബിൾ അല്ല, വാഗ്യു സെപ്പറേറ്റ് നമുക്ക് കിട്ടും. ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റംസ് ആണ്. 501 ബാht നെറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ റേറ്റ് ആവുന്നില്ല ആക്ച്വലി. ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് 737 ബാറ്റാണ്, തായ് ബാറ്റാണ്. നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റാർ ഹോട്ടലിലെ ബുഫേ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇത് വളരെ വളരെ ചീപ്പല്ലേ. നമുക്ക് എന്തൊക്കെ വെറൈറ്റി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും, അടിപൊളിയല്ലേ. കൊറിയൻ ചാർക്കോൾ ഗ്രിൽ, ഇതൊക്കെയാണ് ഇവരുടെ മെനു വരുന്നത്.
$999 പാക്കേജ് കൊള്ളാം അല്ലേ? വാഗ്യു ബീഫാണ് $999 കൊടുക്കുന്നത്. രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഗ്യു ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പക്ഷേ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന വാഗ്യു ആണ് ഇവിടെ വരുന്നത്. അത് കഴിക്കാൻ നമ്മൾ ഇവിടെ വരണം. ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ അത് ഇന്ത്യയിൽ ചില സംഭവങ്ങളൊന്നും കിട്ടില്ല. കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ഭയങ്കരമായിട്ട് രാഷ്ട്രീയം പറയണമെന്ന് പറയും. അതുകൊണ്ട് നമുക്കത് വിടാം. ചൈനീസ് സെക്ഷനിലെത്തി. ചൈനീസ് സാൻ ഫ്രാൻസിസ്കോ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും നല്ല ക്യൂസിൻ കിട്ടുന്ന ഒരു കൺട്രിയാണ്. അവിടെ തന്നെ ഈ പട്ടായയിലൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് ഈസ് ഓക്കെ. അവിടെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള വൃത്തിയുള്ള സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ കുറച്ചും കൂടി കൊള്ളാവുന്ന ഒരു ആംബിയൻസ്, അതായത് സ്ട്രീറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാറി കുറച്ചുകൂടി നല്ല ഒരു ആംബിയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടെർമിനൽ 21 ഒരു കിഡിലൻ ഓപ്ഷനാണ്. കാരണം അത്ര അധികം വെറൈറ്റിയാണ് ഇവിടുത്തെ ഫുഡ്. എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ട്രൈ ചെയ്ത് തീരുന്നില്ല. അത്രയും ഫുഡുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ടെർമിനൽ 21 ഒന്ന് നോക്കുക. കാരണം ഇവിടെ കിട്ടാത്ത ക്യൂസിൻ ഇല്ല. അത് അങ്ങനെ വേണം പറയാനായിട്ട്. കിട്ടാത്ത ക്യൂസിൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും കേരള ഫുഡ് ഇവിടെ കിട്ടുമെന്ന്. കേരള ഫുഡ് ഇവിടെ ഇല്ല. നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ടൈഗർ പാർക്ക്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, പിന്നെ സഫാരി വേൾഡ്, മറൈൻ വേൾഡ്, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഈ വ്ളോഗിൽ ഈ പറയുന്ന സഫാരി വേൾഡോ അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങളോ ടൂറിസ്റ്റി ആയിട്ടുള്ള സംഭവങ്ങളോ ഒന്നും കാണില്ല. ഞാൻ ഇപ്രാവശ്യത്തെ ട്രിപ്പ് വന്നിരിക്കുന്നത് അറിയാലോ, ഞാൻ സിനിമ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. അത്ര അധികം സിനിമകൾ കണ്ടു തീർത്തു. ഒരു മൂവി ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. 6 സിനിമകൾ, അതായത് കണ്ടതൊക്കെ തന്നെ വെവ്വേറെ ഫോർമാറ്റിലായിരുന്നു. അതെൻ്റെ ലൈവ് ഫ്രോം സിനിമാസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ എക്സ്പീരിയൻസ്, അതിൻ്റെ റിവ്യൂസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ മൂവി ട്രിപ്പ്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം എന്ന് പറയുന്നത് ഫുൾ തിയേറ്ററിലായിരുന്നു. ബാങ്കോക്കിലുണ്ടായിരുന്ന 2 ദിവസവും തിയേറ്ററിലായിരുന്നു. ഇന്നലെ പട്ടായയിലെത്തിയിട്ട് ഇന്നലെയും തിയേറ്ററിൽ തന്നെയായിരുന്നു. ഇന്നൊരു ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പടം കാണുന്നതിൻ്റെയൊക്കെയായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുറേ നേരം കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് നേരെ ടെർമിനൽ 21 വന്നു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റനറിയും കാര്യങ്ങളൊക്കെയാണ്. ഇനി പട്ടായയുടെ ട്രാവൽ ഗൈഡ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനത് വേറെ അപ്ലോഡ് ചെയ്യാം. പിന്നെ പട്ടായ എന്ന് പറയുമ്പോൾ ബി ഫ്രാങ്ക്, ആദ്യമായിട്ട് പട്ടായയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാശ് നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഞാൻ വന്നപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് 70,000 രൂപ ചിലവായി, 80,000 രൂപ ചിലവായി, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പട്ടായ എന്ന് പറയുന്ന സെക്സ് ടൂറിസത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ആൾക്കാരുടെ കാശ് പോകുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഈ വ്ളോഗിൽ, എൻ്റെ ഈ ചാനലെന്ന് പറഞ്ഞാൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും എനിക്കങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ട്രാവൽ ഹാക്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഫോർമേഷൻസും നൽകാം. എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകണം, അല്ലെങ്കിൽ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കാശ് നഷ്ടപ്പെടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അനുഭവമല്ല, എൻ്റെ ഫ്രണ്ട് സർക്കിൾ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആ കമ്മ്യൂണിറ്റിയിൽ കുറേ ആളുകളുണ്ട്. നമ്മുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ആ കമ്മ്യൂണിറ്റിയിലുണ്ട്. അവരുടെ അറിവുകൾ, അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ ഇൻഫോർമേഷൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ 3 ഗ്രൂപ്പുകളാണുള്ളത്. ഒന്ന് മൂവി റിവ്യൂസിൻ്റേതാണ്. മൂവി റിവ്യൂസിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പാണ്. ഒരുപാട് മെസ്സേജസ് വരും. അത് ശല്യമായി തോന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. പിന്നെ കാർഡ് അഡ്വൈസർ, അത് ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചുള്ളതാണ്. അതിൽ വേറെ നീഷൊന്നുമില്ല. ഈ പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമേ അതിൽ പോസ്റ്റ് വരുള്ളൂ. അതുപോലെ തന്നെയാണ് ട്രാവൽ ഹാക്സും, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള മാത്രമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇതെല്ലാം നടന്ന് കണ്ട് ഇറങ്ങുമ്പോൾ വലിയൊരു മോളാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ബ്രിഡ്ജില്ലേ, ബ്രിഡ്ജിൻ്റെ താഴെ വരിക. താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എക്സിറ്റിലേക്ക് പോകാനുള്ള വലിയ ഒരു ലിഫ്റ്റ് ഉണ്ട്. കണ്ടോ, വേറെ ഇങ്ങനെ കറങ്ങിയൊന്നും ഇറങ്ങി പോകണ്ട, നേരെ എക്സിറ്റിലേക്ക് കയറാം. അവിടെ നിന്ന് പോകാം. ഇതായിരിക്കും ബെറ്റർ. കറൻസി എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ US ഡോളറിൻ്റെ 100-ൻ്റെയും 50-ൻ്റെ ആണെങ്കിലാണെങ്കിൽ ഈ പറഞ്ഞ 32, 20 ഈ റേറ്റ് കിട്ടുള്ളൂ. 20 തൊട്ട് 5 വരെ ഉള്ളതാണെങ്കിൽ 31, 80 കുറയും. പിന്നെ ബാക്കിയുള്ള സ്മോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും കുറയും. അപ്പോൾ എപ്പോഴും നിങ്ങൾ തായ്ലൻഡിലാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ നോട്ടുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും. ഗേറ്റ് നമ്പർ 2 ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കറൻസി എക്സ്ചേഞ്ച്, TTയുടെ കറൻസി എക്സ്ചേഞ്ച് ആണ്. നിങ്ങൾ ടെർമിനൽ 21 വരുന്നതെന്നുണ്ടെങ്കിൽ
മുമ്പിൽ ഒരു ഫ്ലൈറ്റും കാണാം ഇതുപോലെ. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോകാതിരിക്കും, എന്തൊക്കെ സ്കാം ഉണ്ട്, ഏതൊക്കെ സ്കാമുകളിൽ നിന്നും നമ്മൾ ഒഴിവായി പോകണം തുടങ്ങിയ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ കാശ് എങ്ങനെയൊക്കെ ലാഭിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിരിക്കും നെക്സ്റ്റ്. 10ഓളം വരുന്ന DJ നൈറ്റ് ക്ലബ്ബുകളിൽ ഏത് ക്ലബ്ബാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് ആയിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്.